والصلاة والسلام على أشرف رسل الله റഹ്മാൻ റഹീമായ റബ്ബ് തആല ഇരുലോക വിജയം തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون صدق الله العظيم. ഈ പരിശുദ്ധ റമദാൻ ശരീഫിലെ അതിശ്രേഷ്ഠമായ ഒരു ദിവസത്തിലാണ് നമ്മളുള്ളത്. 27-ാം രാവിന് ഉള്ള അതേ ശ്രേഷ്ഠത അതിൻ്റെ പകലിനുമുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പകലിനും ഏറെ പവിത്രതയുണ്ട്. മാത്രമല്ല, പരിശുദ്ധ റമദാൻ ശരീഫിലെ അവസാന വെള്ളിയാഴ്ചയിലാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ഈ റമദാൻ കൊണ്ട് അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ. നിറകണ്ണുകളോടെ വിതുമ്പുന്ന മനസ്സോടെ പരിശുദ്ധ റമദാൻ ശരീഫിനെ നമുക്ക് യാത്രയാക്കാം. പരിശുദ്ധ റമദാൻ ശരീഫ് നമ്മോട് യാത്ര പറയുകയാണ്. റമദാൻ ശരീഫ് പറയുന്നത്, ഞാൻ ഇനിയും വരും, എന്നാൽ നീ ഉണ്ടാകുമോ എന്ന് നീ ഓർക്കണമെന്നാണ്. റമദാൻ ഇനിയും വരും, പക്ഷേ ഇനിയൊരു റമദാനിനെ വരവേൽക്കാൻ നമുക്ക് ആർക്കൊക്കെ ഭാഗ്യമുണ്ടാകുമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. റമദാൻ പറയുന്നു, ഒരു മാസക്കാലം നിന്റെ വിജയത്തിന് വേണ്ടി, നിനക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി നിന്റെ കൂടെ ഞാൻ നിന്നു. അതുകൊണ്ട് നീ വിജയിച്ചുവോ, നീ സ്വർഗം നേടിയെടുത്തുവോ എന്ന് നീ ചിന്തിക്കണമെന്ന് പരിശുദ്ധ റമദാൻ ശരീഫ് നമ്മോട് ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ടാണ് യാത്ര ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഅ്മിനുകളെ, ഈ സമയം ആത്മപരിശോധനയുടെ സമയമാണ്. വിശ്വാസികളായ നമ്മളൊക്കെ പരിശുദ്ധ റമദാൻ ശരീഫ് നമ്മോട് മുന്നിൽ പറഞ്ഞ, നമ്മോട് പങ്കുവച്ച ഈ ചിന്തകൾ നമ്മുടെ മനോമുഖരങ്ങളിൽ ഈ സമയത്ത് തെളിഞ്ഞുകൊണ്ട് നോക്കൂ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഹസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. നിങ്ങളെ വിചാരണ ചെയ്യും മുമ്പ് നിങ്ങൾ ഒന്ന് സ്വയം വിചാരണ നടത്തണം, ആത്മപരിശോധന നടത്തണം. റമദാൻ പറയുന്നു, മഹ്ശറിൽ വെച്ച് നമ്മൾ തമ്മിൽ ഇനി കണ്ടുമുട്ടും. ഒരുപക്ഷേ അടുത്ത തവണ വരുമ്പോ നീ ഇല്ലെങ്കിൽ നമുക്ക് മഹ്ശറിൽ വെച്ച് കണ്ടുമുട്ടാം. അവിടെ വെച്ചുകൊണ്ട് എന്നെയും നിന്നെയും നിർത്തിക്കൊണ്ട് അല്ലാഹു വിചാരണ നടത്തും. പ്രിയമുള്ളവരെ, ഉമർ തങ്ങൾ പറയുന്നു, അങ്ങനെയൊരു വിചാരണ നിങ്ങൾക്ക് വരും മുമ്പ് നിങ്ങൾ സ്വയമൊന്ന് വിചാരണ നടത്തണേ. വസിനൂ അൻഫുസകും ഖബ്ല അൻ തൂസനൂ. നിങ്ങളുടെ അഅ്മാലുകൾ തൂക്കപ്പെടും മുമ്പ് നിങ്ങളൊന്ന് സ്വയം തൂക്കി നോക്കണേ. അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ക്വാണ്ടിറ്റിയും ഒക്കെ നോക്കണം. സുബ്ഹാനല്ലാഹ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ആത്മപരിശോധനയുടെ സമയമാണ്. അതുകൊണ്ട് വീഴ്ചകളും കുറവുകളും കണ്ടെത്തി പരിഹരിക്കുക എന്നതാണ് ഈ അവസാന നിമിഷത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥി
ആൻസർ ഷീറ്റ് കൈമാറും മുമ്പ് അതൊന്ന് വിലയിരുത്തുന്നത് പോലെ നമ്മളൊന്ന് വിലയിരുത്തണം. നോക്കണേ, മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു തഹജ്ജുദ് നിസ്കാരം അദ്ദേഹത്തിന് നഷ്ടമായി. തഹജ്ജുദ് നിസ്കാരം രാത്രി എഴുന്നേറ്റതിന് ശേഷമുള്ള നിസ്കാരമാണത്. അതിന്റെ പേരിൽ മഹാനവറുകൾ 1 വർഷത്തോളം ഉറക്കത്തെ നിയന്ത്രിച്ച് സങ്കടത്തോടെ കഴിഞ്ഞു എന്നാണ്. നമ്മളൊന്ന് വിലയിരുത്തൂ. അടുത്ത റമദാൻ ഞാൻ ഉണ്ടാകുമെന്നുറപ്പില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ റമദാനിൽ നമുക്ക് എന്തൊക്കെ സുഹൃതങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് നമ്മളൊക്കെ ഇന്ന് വിലയിരുത്തണം. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ കളക്ഷൻ അൽ ഇഹ്സാൻ ചാരിറ്റിക്ക് വേണ്ടിയാണ്. നമ്മുടെ മഹല്ലിലെ പാവങ്ങളെ സഹായിക്കാനാണ്. ആത്മാർത്ഥമായി ചെയ്തു കൊടുക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു. മുഅ്മിനുകളെ, നാം പല ഇബാദത്തുകളും ചെയ്തു. കുറ്റമറ്റതാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. മഹാനായ അതാ റളിയല്ലാഹു അൻഹു നല്ല നെയ്ത്തുകാരനായിരുന്നു. ഭംഗിയുള്ള വസ്ത്രങ്ങൾ നെയ്ത് കടകളിൽ കൊണ്ടുപോയി വിറ്റുകൊണ്ടാണ് മഹാനവറുകൾ ജീവിച്ചിരുന്നത്. അദ്ദേഹം ഏറെ പണിപ്പെട്ട് ചിന്തിച്ച് സമയമെടുത്ത് നല്ല മനോഹരമായൊരു വസ്ത്രം നെയ്തുണ്ടാക്കി. ഒരുപാട് തിരിച്ചും മറിച്ചും പരിശോധിച്ച് കുറവുകളില്ല എന്നുറപ്പ് വരുത്തി അങ്ങാടിയിൽ കൊണ്ടുപോയി നല്ല വില കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഷോപ്പിൽ കാണിച്ചു. അങ്ങനെ വസ്ത്രവ്യാപാരിയായ കടക്കാരൻ തങ്ങൾ വെച്ച് നീട്ടിയ ആ വസ്ത്രം അതങ്ങോട്ട് നിവർത്തി പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അതായേ, നിങ്ങൾ അവകാശപ്പെട്ടു ഏറ്റവും നല്ല പണിയുള്ള വസ്ത്രമാണെന്നും നല്ല വില വേണമെന്നും കുറവുകളൊന്നുമില്ല എന്നും. പക്ഷേ നിങ്ങൾക്ക് തെറ്റി. നോക്കൂ, ഈ കുറവുകളൊക്കെ ഇതിലുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, ഇതങ്ങ് കേട്ടതും അതാ എന്നവർ തേങ്ങിക്കരയുകയാണ്. വല്ലാതെ കരഞ്ഞുപോയി. ആ കടക്കാരൻ പറഞ്ഞു, എന്തിന് നിങ്ങൾ കരയണം? പ്രതീക്ഷിച്ച വില കിട്ടില്ല എന്ന് പേടിച്ചിട്ടാണോ സങ്കടപ്പെടുന്നത്? തങ്ങൾ പറഞ്ഞ മറുപടി, മുസ്ലിമേ, റമദാന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ എന്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം. തങ്ങൾ പറഞ്ഞു, ഞാൻ ഈ പുതപ്പിലെ കുറവ് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞതല്ല, അതെനിക്ക് പിന്നെയും നികത്താൻ കഴിഞ്ഞെന്ന് വരും. നിങ്ങൾ ചൂണ്ടിക്കാണിച്ച കുറവുകൾ പരിഹരിക്കാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷേ ഞാൻ എന്റെ അല്ലാഹുവിന് വേണ്ടി ധാരാളം ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്. നാളെ മഹ്ശറാവൻ സഭയിൽ വെച്ചുകൊണ്ട് അതുമായി ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ അല്ലാഹു അതങ്ങ് നോക്കിയിട്ട് എന്നോട് കാലം ഇതെന്ത് ഇബാദത്താ, എത്ര കുറവുകളും പിഴവുകളുമായി ഇതിലുള്ളത് എന്നെങ്ങാനും പറഞ്ഞ് എന്റെ ഇബാദത്തുകളെ തള്ളിക്കളഞ്ഞാൽ എനിക്കത് പരിഹരിക്കാൻ മറ്റൊരു വഴിയില്ല, അവസരമില്ല എന്നോർത്ത് ഞാൻ കരഞ്ഞു പോയതാണെന്ന് അതാ എന്നവർ പറഞ്ഞെങ്കിൽ എന്റെ മുഅ്മിനേ, പരിശുദ്ധ റമദാൻ ശരീഫിന്റെ അവസാനത്തിൽ പെരുന്നാൾ കേമമാക്കാൻ വേണ്ടി പരക്കം പായുമോ? എന്റെ പൊന്നു മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആത്മപരിശോധന നടത്തി നോക്കണേ. അതോടൊപ്പം തന്നെ പരിശുദ്ധ റമദാൻ ശരീഫിന് കൊടുക്കേണ്ടുന്ന ഹഖുകൾ നാം വീട്ടിയോ? ബന്ധങ്ങളൊക്കെ നന്നാക്കിയോ? കുടുംബങ്ങളോട്, അയൽക്കാരോടൊക്കെ പിണക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയോ? നിന്റെ കഴിവനുസരിച്ച് മറ്റുള്ളവരെ സഹായിച്ചോ? ഇങ്ങനെയുള്ള ആത്മപരിശോധന നടത്തണമെന്ന് റമദാൻ ശരീഫ് നമ്മോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പൂർവികരൊക്കെ അങ്ങനെ ചിന്തിച്ചവരായിരുന്നു. മഹാനായ സിദ്ദീഖ് തങ്ങൾ, നമുക്കറിയാം, സ്വർഗം കൊണ്ട് ഉറപ്പ് കിട്ടിയ മുത്തുനബി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി സ്വർഗത്തിലേക്ക് പോകുമെന്നുറപ്പുള്ള മഹാനാ സിദ്ദീഖ് തങ്ങൾ, മഹാനവറുകൾ എപ്പോഴും പാടി നടക്കാറുണ്ട്, മുഫ്ലിസും ബിസ്സദ്ഖി യഅതി ഇൻദ ബഹബിക യാ ജലീൽ. അല്ലാഹുവേ,
നിന്റെ ഔദാര്യം കൊണ്ട് സാധുവായ എനിക്ക്, ഇബാദത്തുകളൊന്നുമില്ലാത്ത എനിക്ക്, ഭാവിയായ എനിക്ക്, പാപ്പരായ എനിക്ക് നീ കനിവ് തരണമേ. ഞാനിതാ നിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. ഒരുപാട് പാപമുണ്ട്, ഒരുപാട് കുറ്റങ്ങളുണ്ട്. അതും പേറിയ ഈ സിദ്ദീഖ് നിന്റെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് മുത്തുനബി ഉറപ്പ് കൊടുത്തിട്ടും സമാധാനമില്ലാതെ തന്റെ എളിമയും തന്റെ കുറവുകളും പറഞ്ഞുകൊണ്ട് റബ്ബിനോട് എണ്ണിപ്പറഞ്ഞ് സങ്കടം പറഞ്ഞ സിദ്ദീഖ് തങ്ങൾ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ നിരന്തരമായി കൊതിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുന്ന മുഅ്മിനേ, മുസ്ലിമേ, നമ്മൾ ആലോചിക്കുക, നമ്മൾ എവിടെ നിൽക്കുന്നു? സിദ്ദീഖ് തങ്ങൾ എവിടെ നിൽക്കുന്നു? സിദ്ദീഖ് തങ്ങളുടെ ഈമാനും ലോകത്തുള്ള നമ്മുടെയൊക്കെ ഈമാനും തൂക്കിയാൽ, പ്രിയമുള്ളവരെ, സിദ്ദീഖ് തങ്ങളുടെ ഈമാനല്ലേ കനം തൂങ്ങുക? മദീനക്കാരുടെ മൊത്തം ഈമാനും സിദ്ദീഖ് തങ്ങളുടെ ഈമാനും തമ്മിൽ തൂക്കിയാൽ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ കനം തൂങ്ങുമെന്ന് പഠിപ്പിച്ച മുത്തുനബി, മുകഴ്ത്തി പറഞ്ഞ മുത്തുനബിയുടെ വലങ്കയ്യായ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മൾ എത്ര സങ്കടപ്പെടേണ്ടിയിരിക്കുന്നു? നമുക്കെങ്ങനെ സമാധാനം വരും? നമുക്കെങ്ങനെ പെരുന്നാൾ സന്തോഷത്തോടെ ആഘോഷിക്കാൻ കഴിയും? നമുക്ക് വല്ല ബേജാറുണ്ടോ? നോക്കണേ, പുണ്യമാസത്തോടുള്ള ഹഖ് വീട്ടിയോ എന്ന് നമ്മൾ നോക്കണം. റമദാൻ തനിക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്ന് ഈ അവസാന ദിവസം നാം ചിന്തിക്കണം. ഇല്ല എന്നാണ് മനസ്സ് നമുക്ക് തരുന്ന മറുപടിയെങ്കിൽ, ഇല്ല, ഈ റമദാൻ കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെടില്ല എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ, ഇതാ ഇനിയും 2 ദിവസം ബാക്കിയുണ്ട്. മനസ്സറിഞ്ഞ് റബ്ബിനോട് കരഞ്ഞ് പറഞ്ഞോ, തൗബ ചെയ്തോ, മാപ്പ് തേടിക്കോ. പഠിച്ചവരെ, ഈ റമദാൻ കൊണ്ട് എന്റെ പാപം പൊറുക്കപ്പെട്ടില്ല എങ്കിൽ, ഈ റമദാൻ കൊണ്ട് എനിക്ക് നരകമോചനം കിട്ടിയില്ല എങ്കിൽ, ഈ റമദാനിൽ എനിക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടിയില്ല എങ്കിൽ, ഈ റമദാനിൽ എനിക്ക് സ്വർഗത്തിൽ ഒരിടം കിട്ടിയില്ല എങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകും റബ്ബേ എന്ന് പറഞ്ഞ് കരഞ്ഞ് തേടാൻ അവസാനത്തെ ഈ ദിവസങ്ങളും സമയങ്ങളും ഉപയോഗപ്പെടുത്തണമെന്ന് ആദ്യം എന്നോട്, ശേഷം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മൾ സാധ്യമാകുന്നത്ര ഇബാദത്തുകൾ ചെയ്തു, നോമ്പെടുത്തു, നിസ്കരിച്ചു, തറാവീഹ് ഉൾപ്പെടെ പള്ളിയിൽ വന്നു, ഒക്കെ ശരിയാണ്, ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഇത് അല്ലാഹ് സ്വീകരിക്കുകയും കൂടി വേണമല്ലോ. അല്ലാഹ് സ്വീകരിക്കണം, അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. പടച്ചോൻ സ്വീകരിക്കട്ടെ. അല്ലാഹ് സ്വീകരിക്കുക കൂടി ചെയ്തില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമ്മളെ പോലെ പരാജിതരാരുണ്ട്? നോക്കണേ, പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം, സൂറത്ത് മുഅ്മിനൂൻ 60-61, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അല്ലാഹു പറയുകയാണ്, ഒരു കൂട്ടം ആളുകൾ അവരവരുടെ ഹൃദയങ്ങൾ പിടച്ചുകൊണ്ട്, കണ്ണുനീർ പൊഴിച്ചുകൊണ്ട്, പേടിച്ചുകൊണ്ട് ദാനധർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല യുസാരിഊന ഫിൽ ഖൈറാത്ത്, കഴിയാവുന്നത്ര നല്ലതിങ്ങനെ ചെയ്ത് മുന്നേറുകയാണ് എന്നർത്ഥം വരുന്ന ഈ ആയത്ത് ഇറങ്ങിയപ്പോ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, അല്ലാഹു പറഞ്ഞ പേടിച്ചുകൊണ്ട് ദാനധർമ്മം ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന, സുഹൃതങ്ങൾ ചെയ്യുന്ന ഈ ആളെ കുറിച്ച് പറഞ്ഞത്, കള്ള് കുടിച്ച് വ്യഭിചരിച്ച് മോഷണം നടത്തി നടക്കുന്ന മനുഷ്യനാണോ ഇങ്ങനെ പേടിച്ച് പരിഭ്രമിച്ച് നടക്കുന്നത്?
നരകത്തിലിടുമോ എന്ന് പേടിച്ച് കരഞ്ഞു കിടക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളാണോ? ഇന്നലകളിൽ തെറ്റ് ചെയ്ത ആളുകളെ കുറിച്ചാണോ നബിയെ ഈ പരാമർശം അല്ലാഹു പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ മുത്തുനബി പറയുകയാണ്, യാ ബിന്ത അബീ ബക്കർ, അല്ല അബൂബക്കറിന്റെ പൊന്നുമോളെ ആയിഷ, ഇത് വ്യഭിചാരികളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു ഹറാമുകൾ ചെയ്തുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങി രക്ഷപ്പെടില്ലേ എന്ന് പേടിച്ച് ജീവിക്കുന്നവരെ കുറിച്ചല്ല ഈ ഇറങ്ങിയത്, മറിച്ച് നിസ്കരിച്ച് നോമ്പെടുത്ത് സകാത്ത് കൊടുത്ത് കഴിയാവുന്നത്ര സുഹൃതങ്ങളും ചെയ്ത മനുഷ്യന്മാരെ കുറിച്ചാ. അവന് പേടിയാ അല്ലാഹു തന്നിൽ നിന്ന് സ്വീകരിക്കാതിരിക്കുമോ എന്ന പേടി മൂലം കരഞ്ഞു നടത്തുന്നവരെ കുറിച്ചാ ഈ ആയത്തിൽ പരാമർശിച്ചതെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കെങ്ങനെ സമാധാനിക്കാൻ കഴിയും? നമുക്കെന്ത് ധൈര്യത്തിലാ പ്രിയമുള്ളവരെ സമാധാനിച്ചിരിക്കാൻ കഴിയാം? നമ്മുടെ ഇബാദത്തുകൾ നമുക്കറിയാം കുറ്റമറ്റതല്ല, അതിന് മാത്രമുള്ള ഇൽമ് നമുക്കില്ല. മാത്രമല്ല ഇഖ്ലാസും ഈമാനും തഖ്വയുമില്ല. 2 റക്അത്തിന് അധികം സമയമായാൽ അതിന് നമ്മൾ പുറപുറക്കുന്നവരാണ് പലരും. അതിന് കുറ്റം പറയുന്നവരും ആക്ഷേപിക്കുന്നവരും. എവിടെയൊക്കെ വേഗത്തിൽ ഓടുന്നുണ്ടോ, എക്സ്പ്രസ് വേഗതയിൽ പള്ളിയുണ്ടോ, നിസ്കാരമുണ്ടോ, അവിടെ ഓടാൻ ശ്രമിക്കുന്നവരും വേഗം കുറഞ്ഞതിന്റെ പേരിൽ ഇമാമിനെ പഴിക്കുന്നവരും, അത് റമളാനായാൽ പോലും കുറ്റം പറയാൻ മടിക്കാത്തവരുമായ നമ്മൾ പ്രിയമുള്ളവരെ ചിന്തിക്കുക, എന്ത് ഇബാദത്ത് കൊണ്ടാണ്, ഏത് അമല് കൊണ്ടാണ് അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? അത് കഴിയുക എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അല്ലാഹു പുറത്തു തരട്ടെ, അല്ലാഹു മാപ്പ് തരട്ടെ. ഇനിയൊരൊറ്റ പരിഹാരമേ മുന്നിലുള്ളൂ, ഒരൊറ്റ പരിഹാരം. അതേതാണ്? റമളാനിന്റെ അവസാനത്തെ ഒരു രാവുണ്ട്. അതേ പ്രിയമുള്ളവരെ 29-ാം രാവ്. അല്ലാഹു ആയുസ് തന്നാൽ 27-ന് ഇന്നലെ 27-ാം രാവിലെ നമ്മൾ കാണിച്ചതിനേക്കാൾ ആവേശത്തോടെ പ്രതീക്ഷയോടെ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി കിടക്കുന്ന ഹൃദയവുമായി പ്രിയമുള്ളവരെ 29-ാം രാവിനൊന്ന് റബ്ബിനോടടുക്കാൻ ശ്രമിച്ചോ. മുത്തുനബി പറയുന്നുണ്ട്, ഫഇദാ കാനത് ലൈലത്തു 29-ാമത്തെ രാത്രിയായാൽ ആ രാത്രിയിൽ അല്ലാഹു നരകാവകാശികളെ മോചിപ്പിക്കുമത്രേ. എത്രയാ മോചിപ്പിക്കുന്നതെന്നറിയുമോ? 28 ദിവസം വരെ റമളാനിൽ അല്ലാഹു എത്ര അടിമകൾക്ക് മോചനം നൽകിയോ അത്ര, അതിന് തുല്യമായി അത്രയും ആളുകൾക്ക് ഒറ്റ രാവിൽ അല്ലാഹു മോചനം കൊടുക്കുന്നത് 29-ാം രാവിലാണ്. അഥവാ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, കയ്യിലിരിപ്പ് കൊണ്ടൊക്കെ നമ്മൾ നഷ്ടക്കാരുടെ ലിസ്റ്റിലാണെങ്കിൽ പ്രിയമുള്ളവരെ 29-ാം രാവ് അഥവാ നാളെയുടെ രാത്രി വരൂ, നമുക്ക് റബ്ബിനോട് സങ്കടപ്പെടാം. നമുക്ക് റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പാതിരാവിനെ ധന്യമാക്കാം. അല്ലാഹുവിന്റെ പള്ളിയിൽ നമുക്ക് ആ രാവിനെ ഹയാത്താക്കാം. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചിരിക്കാം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്കതിന് വിധി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, പുണ്യ റമദാൻ പോവുകയാണ്. പുണ്യ റമദാൻ പോവുകയാണ്. ഇനി വരുമ്പോ ആരൊക്കെ ഉണ്ടാവും എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആ 29-ാം രാവിലെ നമുക്കൊരു രാജകീയമായ യാത്രയപ്പ് കൊടുക്കാം. എങ്ങനെയാ കൊടുക്കുക? പ്രസവന്റെ മുമ്പിൽ മറ്റു ചിന്തയൊക്കെ മാറ്റി വെച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് നമുക്കൊരു യാത്രാമംഗളം നേരാം. അല്ലാഹു കബൂലാക്കും. റമദാൻ അനുകൂലമായി നിൽക്കും. കുറവുകളും പിഴവുകളും അതോടെ പരിഹരിക്കപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതോടൊപ്പം ഫിത്ർ സക്കാത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക.
ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ മഹല്ല് വാട്സപ്പ് ഗ്രൂപ്പിൽ വരും. അതിന്റെ സമയമാകുമ്പോൾ എന്തായാലും ആ കാര്യം ശ്രദ്ധിക്കണം. അത് കൊടുത്താലാണ് നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കപ്പെടുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.